വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എങ്ങും പോകണ്ട. അപ്പോൾ ഞാൻ എണീറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ ചെയ്യുക, ഒരു ട്രാവൽ വ്ളോഗ് ഇട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ട്രാവൽ വ്ളോഗല്ല, ജസ്റ്റ് ഇവിടുന്ന് ഒരു പിക്നിക്കിന് പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പം ഇവിടുന്ന് കുറച്ച് പോയാൽ 10 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന്. കാരണം ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ട്രാവൽ വ്ളോഗായിട്ട് ഇട്ടിട്ടില്ല. നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോസൊക്കെ അല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറുതായിട്ട് അതെന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അത് അപ്പവും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് പറ്റുമെങ്കിൽ അതും കൂടെ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ബ്ലൈൻഡ്സ് ഒക്കെ തുറന്ന് നിന്നിട്ട് പുറത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കാമെന്ന്. അപ്പോൾ പുറത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നന്നായിട്ട് സൂര്യനില്ല, എന്നാൽ ചെറിയൊരു ഇനിയിപ്പം നേരെ വെളുത്ത് വരണ്ടേ. അപ്പം ഇതേ നല്ല വെയിലാവും. കാരണം ഇന്ന് കമ്പാരിറ്റീവ്ലി ഇത്തിരി വെയിൽ കുറവാണ്, ചൂടൊക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ താഴോട്ട് പോയിരിക്കാം. കാരണം സമയം പോകുന്നുണ്ട്, കുറേ സമയം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പം സമയം പോകുന്നതിന് മുമ്പ് പോവാമെന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് ഗൈസ്, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. അവസാനം ഞാൻ എങ്ങനെയോ താഴെ പോയി അപ്പവും ചിക്കൻ കറിയാക്കി. ക്രിസ്പി അപ്പം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ പോപ്കോൺ ചിക്കൻ കുറച്ച് കഴിച്ചു, അതും കുറച്ച് ലെമണേഡും കൂടെ കുഴിച്ചിട്ട് ഞാൻ പോയി. അപ്പോഴത്തേനും ഇതാണ് പോകുന്ന വരി ഫുള്ള് കാടാണ്. കാടല്ല, കുറേ മരങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ടോ, പോകുന്ന വരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാടാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഷിഫ്റ്റിന് പോകുന്നത് സെയിം വരും. നമ്മൾ ഈ പോകുമ്പോഴത്തേനും മാൻ ക്രോസ് ചെയ്യുന്നതൊക്കെ കാണാം. അത് മാത്രമല്ല ഈ റോഡിലൊക്കെ മാനൊക്കെ മരിച്ചടക്കുന്ന കാണാം. പിന്നെ ഞാൻ കണ്ടു ഈ തവളക്കുഞ്ഞ് ചാടും, അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം എന്നുണ്ട്. അത് ഫെബ്രുവരി ഏതോ ഒരു സമയത്താണ് റോഡ് ക്രോസിങ് ഉണ്ടെന്നില്ലേ, അവിടെ അങ്ങനെ ബോർഡൊക്കെ ഉണ്ടായി, ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ റിവറിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇതിൻ്റെ കുറച്ച് മാപ്പ് കണക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കുറേ നടക്കുമ്പോഴത്തേനും, കുറേ നടക്കാനൊന്നും വേണ്ട, എന്നാലും കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് ആറണക്കൊക്കെ ഉണ്ട്. എന്നാലും തണുപ്പൊന്നുമില്ലായിരുന്നു വലുതായിട്ട്, എന്നാൽ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേനും തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ ബോട്ടുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 2-3 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇടുക്ക് വഴി കൂടെയൊക്കെ നമ്മൾ പോകേണ്ടത്. പോകുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം. പക്ഷേ ഇവിടെ പുരമൊന്നും കാണത്തില്ല, ചിലപ്പോൾ പാമ്പ് കാണുമെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ലായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നല്ല ഗ്രീൻ വെള്ളമാണ്. പക്ഷേ ആ തുമ്പത്തിക്കുമ്പം താഴെ കാണാൻ പറ്റും, വലിയ ഈ കുരിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വഴി കൂടെ പോകുമ്പോഴാണ് ഈ ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നത്. മറ്റേത് നിന്നിങ്ങനെ ബോട്ട് പോകുന്ന മാത്രമേ കാണാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഈ നീല മാത്രമേ ഉള്ളൂ കണ്ടതി വെച്ചിട്ട് ലുക്കില്ലാത്തത്. പിന്നെ ഇവിടെ ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരുടെ ഒക്കെയാണ് ഈ ബോട്ടുകൾ. ഇവർ ഈ സമ്മർ ആകുമ്പം ഇതെനിക്ക് വരുന്നത്, ഫിഷിങ്ങിനൊക്കെ വരുന്നത്. ഈ അപ്പച്ചൻ അതിൽ തന്നെയാണ് തോന്നുന്നു താമസം. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ സൈഡിൽ ഇരുന്നിട്ട് ബുക്കോ അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു റീഡിംഗ് ഒക്കെ. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇവർ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബസ്സിലൊക്കെ കയറിയാലും ഈ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും വേറൊരു റെഡ് പോയി, അതൊരു ഇത് നല്ല രസമുണ്ടായിരുന്നു കാരണം. നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും വേണമെങ്കിൽ ബോട്ടിങ്ങനെ ഹയർ ചെയ്തിട്ട് നമുക്കും ഇങ്ങനെ ബോട്ട് ജേർണിക്കൊക്കെ പോകാൻ പറ്റും. അപ്പോഴത്തേനും ഞാൻ പക്ഷെ പോയൊന്നുമില്ല, എത്ര എമൗണ്ട് ആവുമെന്ന് ഞാൻ തിരക്കിയൊന്നുമില്ലായിരുന്നു. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതൊന്നും അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. പിന്നെ അതുമാത്രമല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങരുതെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങിയൊന്നുമില്ല, ഇവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡോഗ്സിനെ കൊണ്ട് ഡോഗ് വാക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. കുറേ പേര് പോകുന്നുണ്ട്, അവിടെ കുറേ പേര് ആ സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലും ഉള്ളത്. ഇത് കണ്ടു, ഇത് നല്ല രസമുണ്ട്. മറ്റേ വള്ളംകളിക്കൊക്കെ പോകുന്ന കണക്കത്തെ സാധനം. ഈ ഒരു യെല്ലോ കളർ ഉടുപ്പിട്ട് അപ്പൂപ്പൻ ചെയ്യുന്നുണ്ടോ, അതിനകത്ത് കൊണ്ടുവന്ന് എന്തോ ഒരു കാർഡ് കണക്കത്തെ സാധനം ഇട്ടു. എന്നിട്ട് മറ്റേ ആ കേബിൾ കണക്കത്തെ ഒരെണ്ണം കണ്ടോ, അത് വന്നിട്ട് അത് കുത്തി. എനിക്കൊന്ന് ചാർജിങ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റ് അറിയാൻ വയ്യ. എന്നിട്ട് ഞാൻ അവിടുന്ന് പിന്നെ ഇവിടുത്തെ നെക്സ്റ്റിൽ വന്നു, ചുമ്മാ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷേ ഈ ഇരിക്കുന്ന ഷർട്ടിനൊക്കെ കണ്ടോ, അതിനൊക്കെ 40-30 കൊണ്ടൊക്കെ, അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ മഗ്ഡിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പിച്ചിനോ വാങ്ങിച്ചു. പക്ഷേ ഇതെനിക്ക് ബ്ലൂ ലൈറ്റ് കാർഡിൽ ഫ്രീ കിട്ടുന്നതാണ്.
പിന്നെ ഞാനൊരു ബർഗർ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫില്ലിങ് പാറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. അത് ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് എൻ്റെ റൂമിൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന് ഇന്ന് 4 വയസ്സായി. അപ്പോൾ ഗ്രീൻ കളർ തീമൊക്കെ ആയിരുന്നു. ഒരു ടൈഗറാണോ ലയനാണോ എന്ന് എനിക്കറിയത്തില്ല. പാവം വയറ് പൊട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് ഈ നടുക്കിരിക്കുന്ന ആളുടെയാണ് ബർത്ത്ഡേ. അതാണ് ബർത്ത്ഡേ പോയി. പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. ഒരു 50 പേരെങ്കിലും കാണുമായിരിക്കും. ഇതെല്ലാം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. ഫുഡ് ബിരിയാണിയും പപ്പടും സാലഡ് അതൊക്കെയായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇടയ്ക്ക് വെച്ചിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ കുറച്ചൊക്കെ എടുത്തോളൂ. ഒത്തിരി ലോങ് ആക്കി ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.